വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോഡേൺ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഗവർണർ ജനറൽസ് ആൻഡ് വൈസ്രോയീസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഏത് പരീക്ഷ ആയിക്കോട്ടെ, ഇപ്പൊ PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, എല്ലാ പരീക്ഷകൾക്കും ഗവർണർ ജനറൽസും അതുപോലെ തന്നെ വൈസ്രോയീസും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വളരെയധികം ശ്രദ്ധിച്ച് കേട്ട് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇപ്പൊ റോബർട്ട് ക്ലൈവ് ഫസ്റ്റ് നമ്മൾ ഗവർണർ ജനറലിനെ പഠിക്കുകയാണ്. റോബർട്ട് ക്ലൈവ് ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ ബാറ്റിൽ ഓഫ് പ്ലാസി അല്ലെങ്കിൽ പ്ലാസി യുദ്ധം നടന്നു എന്ന് നമുക്കറിയാം. 1757 ജൂൺ 23-നാണ് പ്ലാസി യുദ്ധം അഥവാ ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. ആരൊക്കെ തമ്മിലാ പ്ലാസി യുദ്ധം നടന്നേ? റോബർട്ട് ക്ലൈവും അതുപോലെ തന്നെ സിറാജ് ഉദ്ദൗളയും തമ്മിലാണ് പ്ലാസി യുദ്ധം നടക്കുന്നത്. അപ്പൊ ക്ലൈവ് ആരെ പരാജയപ്പെടുത്തുകയാണ്? സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തുകയാണ് കേട്ടോ. അങ്ങനെ സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തിയിട്ട് നമ്മുടെ ബംഗാളിലെ ഭരണം ആര് നേടുകയാണ്? ബ്രിട്ടീഷുകാർ നേടുകയാണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി പ്ലാസി എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ബംഗാളിലാണ്. ബംഗാളിലെ മൂർഷിദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത്, മൂർഷിദാബാദിലാണ് പ്ലാസി എന്ന് പറയുന്ന പ്ലേസ് ഉള്ളത്. അവിടെയാണ് യുദ്ധം നടന്നത്. അങ്ങനെ പ്ലാസി യുദ്ധത്തോടുകൂടി ബംഗാൾ എന്ന് പറയുന്ന പ്രദേശം ബ്രിട്ടീഷുകാരുടെ കൈവശമാവുകയാണ്. പ്ലാസി യുദ്ധത്തിന് ശേഷം റോബർട്ട് ക്ലൈവിനെ ബംഗാളിലെ ആദ്യത്തെ ഗവർണറായിട്ട് ബ്രിട്ടീഷുകാര് അപ്പോയിന്റ് ചെയ്യണം. അങ്ങനെ ബ്രിട്ടീഷുകാര് ബംഗാളിലെ ആദ്യത്തെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്ത വ്യക്തിയാണ് ആര്? റോബർട്ട് ക്ലൈവ്. അപ്പൊ ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ, ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചു ബാറ്റിൽ ഓഫ് പ്ലാസി ആണ് റോബർട്ട് ക്ലൈവിനെ ഈ എന്താ പറയുന്നത് ഒരു പദവിയിലേക്ക് എത്തിച്ചത് അല്ലെ. അപ്പൊ ആ പ്ലാസി പഠിക്കുമ്പോൾ പ്ലാസി പ്ലണ്ടർ എന്താണെന്നും കൂടെ നമ്മൾ പഠിക്കണം. അതായത് പ്ലാസി പ്ലണ്ടർ എന്താന്ന് ചോദിച്ചാൽ പ്ലാസിയില് എന്ത് നടന്നു? യുദ്ധം നടന്ന് ബ്രിട്ടീഷുകാരെ എന്ത് നേടുകയുണ്ടായി? ആ പ്ലാസി അല്ലെങ്കിൽ നമ്മുടെ ബംഗാൾ മുഴുവൻ ആരുടെ കീഴിലാക്കി? ബ്രിട്ടീഷുകാരുടെ കീഴിലാക്കി. അപ്പൊ ബ്രിട്ടീഷുകാരുടെ കീഴിലായപ്പോ ബ്രിട്ടീഷ് സൈന്യം പ്ലാസിയെ അല്ലെങ്കിൽ ബംഗാളിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തു, മാക്സിമം ചൂഷണം ചെയ്തു. യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവര് ഭയങ്കര കവർച്ചയും കാര്യങ്ങളൊക്കെ അവിടെ നടത്തുകയുണ്ടായി. പ്ലാസിയില് അല്ലെങ്കിൽ ബംഗാളിൽ നടത്തുകയുണ്ടായി. അതിനെയാണ് പ്ലാസി പ്ലണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ യുദ്ധാനന്തരം ബ്രിട്ടീഷ് സൈന്യം പ്ലാസിയിൽ നടത്തിയ കവർച്ചയെ നമുക്ക് എന്ത് വിളിക്കാം? പ്ലാസി പ്ലണ്ടർ എന്ന് വിളിക്കാം. ക്ലിയർ ആയില്ലോ? ഇപ്പൊ റോബർട്ട് ക്ലൈവ് അങ്ങനെ പ്ലാസി യുദ്ധത്തിന് ശേഷം ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ എന്ന പദവിയിലെത്തി. ഇനി ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നും നമ്മൾ ആരെ വിളിക്കുന്നുണ്ട്? അതായത് ഈ റോബർട്ട് ക്ലൈവിനെ വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് വിളിക്കാൻ കാരണം? അതായത് ബാബർ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച പോലെ നമ്മുടെ റോബർട്ട് ക്ലൈവ് എന്ത് സ്ഥാപിക്കുകയാണ്? ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ കൊണ്ടുവരികയാണ് അല്ലെ, ആദ്യമായിട്ട് ബംഗാളില്. അതുകൊണ്ടാണ് ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ഇനി മേക്കർ ഓഫ് നവാബ് അല്ലെങ്കിൽ നവാബ് മേക്കർ എന്നും ആരെ വിളിക്കുന്നു? ഈ നമ്മുടെ റോബർട്ട് ക്ലൈവിനെ വിളിക്കുന്നു. നവാബായ സിറാജ് ഉദ്ദൗളയെ തോൽപ്പിച്ച് നവാബ് മേക്കർ എന്ന് പറയുന്ന പദവിയും ആര് നേടുകയുണ്ടായി? റോബർട്ട് ക്ലൈവ് നേടുകയുണ്ടായി. ഇനി അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ സാമ്രാജ്യ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സാമ്രാജ്യ സ്ഥാപകൻ ആര്? ഫൗണ്ടർ ഓഫ് ബ്രിട്ടീഷ് എംപയർ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സാമ്രാജ്യ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരിനെയാ പറയണ്ടേ? നമ്മള് റോബർട്ട് ക്ലൈവിനെ തന്നെ പറയണം. നെക്സ്റ്റ് വൺ, ഹെവൻ ബോൺ ജനറൽ അഥവാ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ്. അപ്പൊ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും ആരെന്നെയാണ്? റോബർട്ട് ക്ലൈവ്. ഈ റോബർട്ട് ക്ലൈവിനെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് ആരാ വിളിച്ചെന്നറിയോ നിങ്ങൾക്ക്? അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വില്യം പിറ്റാണ്. അപ്പൊ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വില്യം പിറ്റാണ് സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് ആരെ വിശേഷിപ്പിക്കണേ? റോബർട്ട് ക്ലൈവിനെ വിശേഷിപ്പിച്ചത് എന്നും കൂടി ഓർത്തുവെക്കാം. ഈ റോബർട്ട് ക്ലൈവിനെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വില്യം പിറ്റ് ഉണ്ട്. ആ വില്യം പിറ്റിനെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്, വില്യം പിറ്റിനെ ചരിത്രകാരന്മാർ വിളിക്കുന്നത് വേറൊരു പേരിലാണ്. എന്താ അറിയോ? ചാത്താം പ്രഭു എന്നാണ്. ലോർഡ് ചാത്താം അഥവാ ചാത്താം പ്രഭു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? വില്യം പിറ്റാണ്. അപ്പൊ എത്ര വിശേഷണ? ബംഗാളിലെ ആദ്യത്തെ ഗവർണറാണ് ആര്? റോബർട്ട് ക്ലൈവ് അല്ലെ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സാമ്രാജ്യ സ്ഥാപകനാണ് റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബറാണ് റോബർട്ട് ക്ലൈവ്. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവാണ് റോബർട്ട് ക്ലൈവ്. അങ്ങനെ ധാരാളം
എന്താണ് വിശേഷണങ്ങൾ റോബർട്ട് ക്ലൈവിനുണ്ട്. ഇനി ബംഗാളില് ഇദ്ദേഹം ഗവർണർ ആയതിനു ശേഷം ബംഗാളിൽ ഡ്യുവൽ സിസ്റ്റം അഥവാ ദ്വിഭരണം ഇദ്ദേഹം കൊണ്ടുവന്നു. ഇപ്പൊ ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയ ഗവർണർ ആര്? ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയ അല്ലെങ്കിൽ ഡ്യുവൽ സിസ്റ്റം കൊണ്ടുവന്ന ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗവർണർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയണം? റോബർട്ട് ക്ലൈവിന്റെ പേരാണ് നമ്മൾ പറയുന്നത്. ഇനി കർണാട്ടിക് വാറുകൾ നടന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ കർണാട്ടിക് യുദ്ധങ്ങള് ഇന്ത്യയിൽ നടക്കുമ്പോൾ കർണാട്ടിക് വാർ സമയത്ത് ആരായിരുന്നു ബംഗാള് ഭരിച്ചിരുന്നത് അല്ലെങ്കിൽ ബംഗാളിലെ ഗവർണർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും റോബർട്ട് ക്ലൈവിനെ തന്നെയാണ് പറയാ. അപ്പൊ കർണാട്ടിക് വാർ സമയത്ത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു ബംഗാള് ഭരിച്ചിരുന്നത് എന്ന് നമ്മൾ ഓർത്തുവെക്കുക. ഇനി പറയാണ് റോബർട്ട് ക്ലൈവ് വളരെ ധീരനായിട്ടുള്ള ഒരു പോരാളിയായിരുന്നു. ധാരാളം എന്താ പറയാ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നടത്തുകയും പല ഏരിയ ഒക്കെ പിടിച്ചടക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്തിൽ തൊട്ടാലും സക്സസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹം ഭയങ്കര എന്താ പറയാ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറയാണ് ബ്രിട്ടീഷുകാരോട്, എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതം പിടിച്ചടക്കാം. വെറും 2000 പട്ടാളക്കാരുണ്ടെങ്കിൽ നമുക്ക് ഭാരതം മുഴുവനായി പിടിച്ചടക്കാം എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് അല്ലെങ്കിൽ ഗവർണറാണ് ആര്? റോബർട്ട് ക്ലൈവ് കേട്ടോ. അപ്പൊ ഇത്രയും മാത്രം സക്സസ് നേടിക്കൊടുത്ത ബ്രിട്ടീഷുകാർക്ക് നേടിക്കൊടുത്ത ഒരു ഗവർണർ ആണ് എങ്കിലും ധാരാളം അദ്ദേഹം തിരിച്ചു പോവാണ് ബ്രിട്ടനിലേക്ക്. അവിടെ ചെന്ന് ധാരാളം രാഷ്ട്രീയ അറ്റാക്കുകൾ ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. അങ്ങനെ കുറെ അഴിമതി കുറ്റങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ പേരിൽ ചുമത്തുകയുണ്ടായി. പാർലമെന്റിൽ ചോദ്യം ചെയ്യലിന് ഇദ്ദേഹം വിധേയനായി. 1772 ചോദ്യം ചെയ്യലിനൊക്കെ ഇദ്ദേഹം വിധേയനായി. അപ്പൊ അതില് മനം നൊന്ത് 1774 ആര് മരിക്കുകയാണ്? റോബർട്ട് ക്ലൈവ് ആത്മഹത്യ ചെയ്യാണ്. അതാണ് കുറച്ചും കൂടി മരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇപ്പൊ റോബർട്ട് ക്ലൈവ് ക്ലിയർ ആയല്ലോ. റോബർട്ട് ക്ലൈവ് ആരാണ്? ഫസ്റ്റ് ഗവർണർ ആണ്, ബംഗാളിലെ ഫസ്റ്റ് ഗവർണർ ആണ് റോബർട്ട് ക്ലൈവ്. ഈ ഗവർണർ ആവുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു യുദ്ധം നടത്തി. ആ യുദ്ധത്തിന്റെ പേരാണ് ബാറ്റിൽ ഓഫ് പ്ലാസി അഥവാ പ്ലാസി യുദ്ധം. 1757 ജൂൺ 23 ക്ലൈവ് ആ യുദ്ധം നടത്തിയത് എന്ന് ഓർക്കുക. ക്ലൈവും സിറാജുദ്ദൗളയും തമ്മിൽ, ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയും തമ്മിലായിരുന്നു യുദ്ധം. ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയെ അദ്ദേഹം തോൽപ്പിക്കുകയാണ്. ഈ പ്ലാസി എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ബംഗാളിലെ മൂർഷിദാബാദിലാണ് പ്ലാസി എന്ന് പറയുന്ന സ്ഥലം. പ്ലാസി യുദ്ധം ജയിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാരെ ബംഗാളിൽ ഗംഭീരമായിട്ടുള്ള ഒരു കവർച്ച തന്നെ നടത്തേണ്ടായി, അല്ലെങ്കിൽ ബംഗാളിനെ മാക്സിമം അവര് ചൂഷണം ചെയ്യേണ്ടായി. അതിനെ പ്ലാസി ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിക്കുന്നു എന്നും കൂടെ ഓർത്തുവെക്കാം. അപ്പൊ ബംഗാളിലെ ആദ്യത്തെ ഗവർണറാണ്. ബാബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നു. നവാബ് മെയ്ക്കർ എന്നറിയപ്പെടുന്നു. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നറിയപ്പെടുന്നു. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വില്യം പിറ്റാണ്. വില്യം പിറ്റിനെ ചാത്താം പ്രഭു എന്ന് വിശേഷിപ്പിച്ചത് ചരിത്രകാരന്മാരാണ്. ഇദ്ദേഹം ബംഗാളിലെ ഗവർണറായി ബംഗാളിൽ ദ്വിഭരണം അഥവാ ഡ്യുവൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത് കൊണ്ടുവന്നു. ഇനി കർണാട്ടിക് വാർ നടക്കുമ്പോൾ, പ്ലാസി യുദ്ധ സമയത്ത് മാത്രമല്ല, കർണാട്ടിക് വാർ നടക്കുമ്പോഴും ഇദ്ദേഹം തന്നെയായിരുന്നു ഇന്ത്യയിലെ ഗവർണർ അല്ലെങ്കിൽ ബംഗാളിലെ ഗവർണർ എന്ന് ഓർത്തു വെക്കണം. എനിക്ക് 2000 പട്ടാളക്കാരെ തന്നാൽ ഞാൻ ഭാരതം പിടിച്ചടക്കാം എന്ന് പ്രഖ്യാപിച്ച ഗവർണർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും റോബർട്ട് ക്ലൈവ് ആണെന്ന് ഓർത്തുവെക്കുക. ഇദ്ദേഹത്തിന്റെ ധാരാളം ഈ വിജയങ്ങൾ നേരിട്ടുവെങ്കിലും ഇദ്ദേഹം തിരിച്ചു ബ്രിട്ടനിലേക്ക് പോയപ്പോൾ അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള പല അറ്റാക്കുകളും ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഇദ്ദേഹം പല അഴിമതി ആരോപണത്തിനും വിധേയനായി. അതിൽ മനം നൊന്ത് 1772 അദ്ദേഹത്തെ ബ്രിട്ടീഷ് പാർലമെന്റ് ചോദ്യം ചെയ്യുകയുണ്ടായി. അങ്ങനെ അതിൽ മനം നൊന്ത് 1774 അദ്ദേഹം ആത്മഹത്യ ചെയ്യാണ് കേട്ടോ. അപ്പൊ ആത്മഹത്യ ചെയ്ത ബ്രിട്ടീഷ് ഗവർണർ കൂടിയാണ് ആര്? റോബർട്ട് ക്ലൈവ്. അപ്പൊ ക്ലിയർ ആയല്ലോ. അതിനുശേഷം റോബർട്ട് ക്ലൈവിന് ശേഷം അടുത്ത ആള് വരികയാണ്. അദ്ദേഹത്തിന്റെ പേര് വാറൻ ഹേസ്റ്റിംഗ് എന്നാണ്. റോബർട്ട് ക്ലൈവിന് ശേഷം വരുന്ന നെക്സ്റ്റ് വ്യക്തി വാറൻ ഹേസ്റ്റിംഗ് ആണ്. അതായത് ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാണ് വാറൻ ഹേസ്റ്റിംഗിനെ നമ്മൾ വിശേഷിപ്പിക്കുക. നേരത്തെ നമ്മൾ ഫസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ എന്നാണ് റോബർട്ട് ക്ലൈവിനെ വിളിച്ചതെങ്കിൽ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് വിളിക്കുന്നത് ആരെയാണ്? വാറൻ ഹേസ്റ്റിംഗിനെയാണ്. അതായത് 1773 റെഗുലേറ്റിംഗ് ആക്ട് അഥവാ ഒരു ക്രമീകരണ നിയമം കൊണ്ടുവന്നു. ആ റെഗുലേറ്റിംഗ് ആക്ട് അഥവാ ക്രമീകരണ നിയമം പാസാക്കിയത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്?
ഇന്ത്യയിലുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് റെഗുലേറ്റിംഗ് ആക്ട് അഥവാ ക്രമീകരണ നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് കൊണ്ടുവരികയാണ്. ആ ക്രമീകരണ നിയമത്തിന്റെ പരിണിത ഫലമായിട്ട് നിയമിതനായ ഗവർണർ ജനറൽ ആണ് ആര്? വാറൻ ഹേസ്റ്റിംഗ്. അപ്പൊ ക്രമീകരണ നിയമം നിലവിൽ വന്നതിന് ശേഷം ഗവർണർ പദവി മാറുകയും ഗവർണർ ജനറൽ പദവിയിൽ വരികയും ചെയ്തു. അപ്പൊ ഏത് നിയമമാണ് ബംഗാളിലെ ഗവർണർ എന്ന പദവി മാറ്റി ഗവർണർ ജനറൽ എന്ന പദവിയിലേക്ക് എത്തിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാന്നാ പറയാ? റെഗുലേറ്റിംഗ് ആക്ട് അഥവാ ക്രമീകരണ നിയമമാണ് 1773 ആണെന്ന് ഓർത്തുവെക്കാം. ഇനി നമ്മൾ റോബർട്ട് ക്ലൈവ് ബംഗാളിൽ ദ്വിഭരണം കൊണ്ടുവന്നു എങ്കിൽ റോബർട്ട് ക്ലൈവ് കൊണ്ടുവന്ന ദ്വിഭരണം അഥവാ ഡ്യുവൽ സിസ്റ്റം നിർത്തലാക്കിയത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. വാറൻ ഹേസ്റ്റിംഗ് എന്ത് ചെയ്തു? ദ്വിഭരണം നിർത്തലാക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയത് വാറൻ ഹേസ്റ്റിംഗും ബംഗാളിൽ ദ്വിഭരണം കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവുമാണ് എന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇനി വാറൻ ഹേസ്റ്റിംഗ് അധികാരത്തിൽ വന്ന് കാശ് സമ്പാദിക്കാൻ വേണ്ടി, ഗവൺമെന്റിന് കാശ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നു. ആ ഭൂനികുതിയുടെ വ്യവസ്ഥ അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റിന്റെ പേരെന്താണ്? ക്വിൻക്യുനൈൽ എന്നാണ്. അപ്പൊ ക്വിൻക്യുനൈൽ എന്ന് പറയുന്നത് ഒരു ഭൂനികുതി വ്യവസ്ഥയാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. അപ്പൊ വാറൻ ഹേസ്റ്റിംഗ്സ് ബംഗാളിൽ കൊണ്ടുവന്ന ഒരു ഭൂനികുതി വ്യവസ്ഥയുടെ പേരാണ് ക്വിൻക്യുനൈൽ എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഈ ഭൂനികുതി വ്യവസ്ഥ കൂടാതെ ഇദ്ദേഹം എന്തും കൊണ്ടുവരികയാണ്? ഒരു പോളിസി, ബ്രിട്ടീഷുകാരുടെ ഒരു പോളിസിയും കൂടി ഇവിടെ കൊണ്ടുവരികയാണ്. ആ പോളിസിയുടെ പേര് റിംഗ് ഫെൻസ് എന്നാണ്. റിംഗ് ഫെൻസ് പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. എന്തിനാണ് റിംഗ് ഫെൻസ് പോളിസി കൊണ്ടുവന്നത്? എന്തിനാണ്? ബ്രിട്ടീഷ് ടെറിട്ടറികളെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമത്തിന്റെ പേരാണ് റിംഗ് ഫെൻസ് പോളിസി എന്ന് പറയുന്നത്. അപ്പൊ റിംഗ് ഫെൻസ് പോളിസി കൊണ്ടുവന്നത് വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. അതുപോലെ തന്നെ ക്വിൻക്യുനൈൽ എന്ന് പറയുന്ന ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നതും വാറൻ ഹേസ്റ്റിംഗ് ആണ് എന്ന് ഓർത്തുവെക്കുക. രണ്ടും ക്ലിയർ ആയല്ലോ. അടുത്തത്, ഇദ്ദേഹം കൽക്കട്ടയിൽ ഫോർട്ട് വില്യമിൽ 1774 സുപ്രീം കോടതി സ്ഥാപിച്ചു. അപ്പോ കൽക്കട്ടയില് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. സ്ഥാപിച്ച വർഷം 1774 എവിടെയാണ്? ഫോർട്ട് വില്യമിലാണ്. അവിടുത്തെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസിന്റെ പേര് എലീജ ഇംപെ എന്നാണ്. അപ്പൊ എലീജ ഇംപെയാണ് കൽക്കട്ടയിലെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നമ്മുടെ ആദ്യത്തെ സുപ്രീം കോടതി കൽക്കട്ടയിലാണ്, ഫോർട്ട് വില്യമിലാണ്. അവിടുത്തെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലീജ ഇംപെയാണ് അല്ലെ. അപ്പൊ സുപ്രീം കോടതി സ്ഥാപിച്ച വ്യക്തി ആരാണ്? വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. ക്ലിയർ ആയല്ലോ. അടുത്തത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്, ആരാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്? നമുക്കറിയാം വില്യം ജോൺസ് ആണ്. സ്ഥാപിച്ച വർഷം 1784. അപ്പൊ വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുമ്പോൾ അതിന് എന്താ പറയാ, അത് പിന്താങ്ങിയത് അല്ലെങ്കിൽ കൂടെ നിന്ന് പ്രവർത്തിച്ച ഗവർണർ ജനറൽ ആരാണ്? അല്ലെങ്കിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുമ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ആരാണ്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ ആരുടെ പേരാ പറയേണ്ടത്? വാറൻ ഹേസ്റ്റിംഗിന്റെ പേരാണ് പറയേണ്ടത്. ഇനി അടുത്തത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതായത് ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നടത്തിയ ആള് ചാൾസ് വിൽക്കിൻസ് ആണ്. അപ്പൊ ചാൾസ് വിൽക്കിൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത ഭഗവത്ഗീതയുടെ ഏത് ട്രാൻസ്ലേഷൻ? ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് ആമുഖം എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. അപ്പൊ അത്യാവശ്യം നല്ല വിവരം അറിവൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്താണ്, അതായത് എഴുത്തും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളത്. ഇവർക്ക് പഠിപ്പോ വിവരോ ഇല്ല എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. കുറച്ച്, അതായത് എത്ര പഠിപ്പുള്ള ആൾക്കാരായാലും എഴുതാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കലാവാസനകളൊന്നും അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടുള്ള വാസനകളൊന്നും ഉള്ള ആൾക്കാരാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇദ്ദേഹത്തിന് അത്തരം ഒരു വാസനയും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ചാൾസ് വിൽക്കിൻസ് തർജ്ജമ ചെയ്തപ്പോ അതിന് ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള വേറൊരു ചോദ്യം എന്താ അറിയോ നിങ്ങൾക്ക്? ഇംപീച്ച്മെന്റിന് വിധേയനായ ഗവർണർ ജനറൽ ആരാണ്? ആദ്യമായിട്ട് ഇംപീച്ച്മെന്റിന് വിധേയനായ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്.
ആ ഇംപീച്ച്മെന്റ് പ്രമേയം ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് എഡ്മണ്ട് ബർക്കാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയണം? എഡ്മണ്ട് ബർക്കിന്റെ പേര് പറയണം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാം, പിറ്റ്സ് ഇന്ത്യ ആക്ട് ഇന്ത്യയിൽ പാസ്സായ സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ? പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സായ സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ആരാണ്? ഹേസ്റ്റിങ്സ് ആണ് എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം എന്താ പിറ്റ്സ് ഇന്ത്യ ആക്ട്? ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ് വില്യം പിറ്റ്. അദ്ദേഹത്തിന്റെ കാലത്ത് കമ്പനിയുടെ ഭരണം എന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയാ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം പൂർണ്ണമായിട്ടും ബ്രിട്ടന്റെ നിയന്ത്രണത്തിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നതാണ്. ആ നിയമത്തിന്റെ പേരാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. ആ ആക്ട് പാസ്സാക്കിയപ്പോ ബംഗാളിലെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു എന്ന് ഓർത്തുവെക്കാം. ഇനി അടുത്തത് അദ്ദേഹം ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാണ് വാറൻ ഹേസ്റ്റിംഗ്, സിവിൽ കോടതി, ക്രിമിനൽ കോടതി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇനി എങ്ങനെയാ കൊണ്ടുവന്നതെന്ന് അറിയോ? ഓരോ ജില്ലകളിലും ഓരോ സിവിൽ കോടതിയും ഓരോ ക്രിമിനൽ കോടതിയും കൊണ്ടുവന്നത് ഏത് ഗവർണർ ജനറൽ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വാറൻ ഹേസ്റ്റിംഗ് ആണ് എന്ന് പറയാം. ഇനി ബംഗാളില് ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ ഗവർണർ ജനറലും വാറൻ ഹേസ്റ്റിംഗ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ വാറൻ ഹേസ്റ്റിംഗിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞ്. വാറൻ ഹേസ്റ്റിംഗിനെ നമ്മൾ ഒന്നും കൂടി പറയാണ്, ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ പദവിയിലെത്തിയത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഏത് നിയമത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ പദവിയിൽ ഹേസ്റ്റിംഗ് എത്തുന്നത്? 1773 റെഗുലേറ്റിംഗ് ആക്ട് അഥവാ ക്രമീകരണ നിയമപ്രകാരം ഇദ്ദേഹം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ പദവിയിൽ എത്തി. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ റെഗുലേറ്റിംഗ് ആക്ട് അഥവാ ക്രമീകരണ നിയമം കൊണ്ടുവന്നേ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കിയ നിയമത്തിന്റെ പേരാണ് 1773 ക്രമീകരണ നിയമം എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ പറഞ്ഞു ഡ്യുവൽ സിസ്റ്റം ബംഗാളില് റോബർട്ട് ക്ലൈവ് കൊണ്ടുവന്നു. അത് പൂർണ്ണമായിട്ടും ആര് നിർത്തലാക്കി? വാറൻ ഹേസ്റ്റിംഗ് നിർത്തലാക്കി എന്ന് മനസ്സിലാക്കണം കേട്ടോ. വാറൻ ഹേസ്റ്റിംഗ് ഒരു ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നു. അതിന്റെ പേര് ക്യുനൈൽ എന്നാണ്. ക്യുനൈൽ. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ടെറിട്ടറികൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവാനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനും വേണ്ടി അദ്ദേഹം ഒരു പോളിസിയും ബംഗാളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ പോളിസിയുടെ പേര് റിംഗ് ഫെൻസ് പോളിസി എന്നാണ്. ഇനി കൽക്കട്ടയില് വില്യം ഫോർട്ടില് നമുക്ക് ആദ്യമായിട്ടൊരു സുപ്രീം കോടതി കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ആ സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിച്ചത് എലീജ ഇംപെ ആണ്. ഇനി അടുത്തത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784 വില്യം ജോൺസ് സ്ഥാപിച്ചപ്പോൾ ബംഗാളിലെ ഗവർണർ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ്സ് ആയിരുന്നു. ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചാൾസ് വിൽക്കിൻസ് നടത്തിയപ്പോൾ അതിന്റെ ആമുഖം എഴുതിയതും വാറൻ ഹേസ്റ്റിംഗ്സ് ആണ് എന്ന് ഓർക്കുക. ആദ്യമായിട്ട് ഇംപീച്ച്മെന്റിന് വിധേയനായ ഗവർണർ ജനറൽ ആണ് വാറൻ ഹേസ്റ്റിംഗ്. ബ്രിട്ടീഷ് പാർലമെന്റില് ഇംപീച്ച്മെന്റ് പ്രമേയം വാറൻ ഹേസ്റ്റിംഗിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ചത് എഡ്മണ്ട് ബർക്ക് ആണ് എന്ന് ഓർക്കണം അല്ലെ. ഇനി അടുത്തത് കമ്പനിയുടെ നിയന്ത്രണം പൂർണ്ണമായും ബ്രിട്ടന്റെ കീഴിൽ വരാൻ വേണ്ടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വില്യം പിറ്റിന്റെ കാലത്ത് ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിന്റെ പേര് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്നാണ്. ആ പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയപ്പോഴും വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു ആരെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഗവർണർ ജനറൽ എന്ന് മനസ്സിലാക്കുക. ഇനി ഓരോ ജില്ലകളിലും ഇന്ത്യയില് ഒരു സിവിൽ കോടതി, ഒരു ക്രിമിനൽ കോടതി എന്ന് പറയുന്ന സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഇനി ഏറ്റവും കൂടുതൽ ബംഗാൾ ഭരിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും വാറൻ ഹേസ്റ്റിംഗ് ആണ് എന്ന് മനസ്സിലാക്കണം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നോക്കുക, കോൺവാലിസ് പ്രഭു. ആരാണ് കോൺവാലിസ്? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കോൺവാലിസ് പ്രഭു. ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് വിളിക്കുന്നത് കോൺവാലിസ് പ്രഭുവിനെയാണ്. ഇദ്ദേഹമാണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ആക്ട് അഥവാ സെമീന്ദാരി സിസ്റ്റം കൊണ്ടുവന്നത്.
പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം അഥവാ സെമീൻദാരി സിസ്റ്റം 1793 കൊണ്ടുവന്നത്. എന്താണ്? അതായത് ജന്മിമാര് ഈ 3 കാറ്റഗറിയിലാണ് ആൾക്കാരുണ്ടാവുക. ഒന്ന് ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഭൂമി, ജന്മിമാരുടെ കീഴിലുള്ള ഭൂമി, കുടിയാന്മാരുടെ കീഴിലുള്ള ഭൂമി, അങ്ങനെയാണ്. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് ഓരോ വർഷവും ഒരു നിശ്ചിത തുക ഇന്ന ദിവസം ഒരു ദിവസം വെച്ചിട്ടുണ്ടാവും. ആ ദിവസം അവര് എന്ത് ചെയ്തോളണം? ഭൂനികുതി കൊടുത്തോളണം. അത് കൃത്യമായിട്ട്, അതായത് ജന്മിമാർക്ക് വരുമാനം എത്ര കൂടിയാലും വേണ്ടില്ല, എത്ര കുറഞ്ഞാലും വേണ്ടില്ല, എന്ത് കൊടുത്തോളണം? ഈ ഒരു നിശ്ചിത തുക കൊടുത്തോളണം. അപ്പൊ ക്ഷാമം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായിക്കോട്ടെ, വരൾച്ച ഉണ്ടായിക്കോട്ടെ, എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവരെന്ത് കൊടുത്തോളണം? ഭൂനികുതി കൊടുത്തോളണം എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം കൊണ്ടുവരികയാണ്. അതാണ് എന്ത് പറയുന്നത്? സെമീൻദാരി സിസ്റ്റം അഥവാ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇത് ആദ്യമായിട്ട് എൻഫോഴ്സ് ചെയ്തത്, കൊണ്ടുവന്നത് ബംഗാളിലും ബീഹാറിലും ഒഡീഷയിലുമാണ്. ആദ്യം കൊണ്ടുവന്നത് ബംഗാള്, ബീഹാർ, ഒഡീഷ എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ്. ഇനി ഇങ്ങനൊരു ആക്ട് രൂപീകരിക്കാൻ ഈ നമ്മുടെ കോൺവാലീസിനെ സഹായിച്ചത് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ജോൺ ഷോർ ആണ്. ജോൺ ഷോർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടുകൂടി കോൺവാലീസ് പ്രഭു സെമീൻദാരി സിസ്റ്റം അഥവാ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ആക്ട് 1793 കൊണ്ടുവന്നു. വലിയ കാര്യമായിട്ട് ചിന്തിക്കൊന്നും വേണ്ട നിങ്ങൾ. അതായത് നമ്മുടെ ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്ന് നികുതി പിരിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന ഒരു നികുതി സമ്പ്രദായമാണ് ഇത്. അക്ബറിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു നികുതി സമ്പ്രദായം പോലുള്ള നികുതി സമ്പ്രദായമാണ്. അതുപോലെ തന്നെ അടുത്തത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പോലീസ് സംവിധാനം കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺവാലീസ് ആണ്. അപ്പൊ പോലീസ് സേനയെ കൊണ്ടുവന്നതും കോൺവാലീസ് ആണ്. പിന്നെ റവന്യൂ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ലോ ആൻഡ് ഓർഡറും രണ്ടാ. റവന്യൂ ഭരണം, നീതിന്യായം, അങ്ങനെ രണ്ടാക്കിയിട്ട് അദ്ദേഹം വേർതിരിച്ചു. മുന്നേ ഒക്കെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിരുന്നു. റവന്യൂ ആയാലും നീതിന്യായം ആയാലും ഒക്കെ ഒറ്റ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിരുന്നു. അപ്പൊ റവന്യൂ ഭരണം വേറെയും നീതിന്യായം, ലോ ആൻഡ് ഓർഡർ വേറെയും രണ്ടായിട്ട് തിരിച്ചത് ഏത് പ്രഭുവാന്ന് ചോദിച്ചാൽ കോൺവാലീസ് പ്രഭുവാണെന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ 1792 മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഒരു സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ടിപ്പു സുൽത്താനുമായിട്ട് നടന്ന ശ്രീരംഗപട്ടണം സന്ധി. അപ്പൊ ആ ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെക്കുമ്പോ ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയണം? കോൺവാലീസിന്റെ പേരാണ് നമ്മൾ പറയേണ്ടത്. ഇനി കോൺവാലീസിന്റെ ശവകുടീരം ഗാസിപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗാസിപൂർ ഗംഗയുടെ തീരത്താണ്. അപ്പൊ ഗംഗാ നദിയുടെ തീരത്ത് ഗാസിപൂരിലാണ് കോൺവാലീസിന്റെ ശവകുടീരം കാണപ്പെടുന്നത് എന്ന് ഓർത്തുവെക്കുക. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കോൺവാലീസ് പ്രഭു. ഇന്ത്യയിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ സെമീൻദാരി സമ്പ്രദായം 1793 ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോൺവാലീസ് പ്രഭുവാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കോൺവാലീസ് പ്രഭുവിനെ സഹായിച്ച ബ്രിട്ടീഷ് ഒഫീഷ്യലിന്റെ പേര് ജോൺ ഷോർ എന്നാണ്. ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബംഗാളിലും ബീഹാറിലും ഒഡീഷയിലുമാണ്. അതായത് ഒരു നിശ്ചിത തുക, അതായത് എന്താ പറയാ, ഇതിനെ നികുതി ഓരോ വർഷവും നിശ്ചിത ദിവസം നമ്മുടെ ഗവൺമെന്റിന്, ബ്രിട്ടീഷ് ഗവൺമെന്റിന് നമ്മുടെ ജന്മിമാര് കൊടുത്തോളണം. ജന്മിമാരല്ലാതെ കൊടുക്കുക, ജന്മിമാർക്ക് ആര് കൊടുക്കും? കുടിയാന്മാര് കൊടുക്കും. അങ്ങനെ കൊടുത്തോളം എന്നുള്ളൊരു നിയമമാണ് കേട്ടോ. അതുപോലെ തന്നെ പോലീസ് സിസ്റ്റം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നു. റവന്യൂ ഭരണത്തെയും നീതിന്യായത്തെയും രണ്ടായി അദ്ദേഹം തിരിച്ചു. ഇന്ത്യയിൽ ശ്രീരംഗപട്ടണം സന്ധി ടിപ്പു സുൽത്താനുമായി 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചപ്പോ കോൺവാലീസ് പ്രഭുവായിരുന്നു. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. അങ്ങനെ മലബാർ നേരിട്ട് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായി എന്നും കൂടെ നിങ്ങൾ ഓർത്തു വെക്കണം. ഇനി കോൺവാലീസിന്റെ ശവകുടീരം ഗംഗാ നദിയുടെ തീരത്ത് ഗാസിപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കാണപ്പെടുന്നു എന്നും കൂടി ഓർത്തു വെക്കുക. അടുത്തതാണ് റിച്ചാർഡ് വെല്ലസ്ലി എന്ന് പറയുന്ന പ്രഭു. റിച്ചാർഡ് വെല്ലസ്ലിയെ നമ്മൾ വിളിക്കുന്നത് ബംഗാൾ ടൈഗർ എന്നാണ്. ബംഗാളിലെ ടൈഗർ ആണ് അദ്ദേഹം. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബറുമാണ്. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ, ബംഗാളിലെ ടൈഗർ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ഈ പേരിലൊക്കെ ഇദ്ദേഹം അറിയപ്പെടാൻ കാരണം ഇദ്ദേഹം കൊണ്ടുവന്ന സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡിയറി അലയൻസ് ആണ്. സബ്സിഡിയറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. 1798 ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഒപ്പുവെച്ച നാട്ടുരാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദാണ്. ഹൈദരാബാദിലെ നൈസാം ആണ് ആദ്യമായിട്ട് ഒപ്പുവെച്ചത് എന്ന് ഓർത്തു വെക്കുക. ഹൈദരാബാദ് ഭരണാധികാരികളെ നമ്മൾ വിളിക്കുന്നത് നൈസാം എന്നാണ്.
ഈ സബ്സിഡിയറി അലയൻസ് അഥവാ സൈനിക സഹായം. അപ്പൊ സൈനികരുടെ സഹായം ആർക്ക് കിട്ടുകയാണ്? ഇന്ത്യക്കാർക്ക് കിട്ടുകയാണ്. അങ്ങനെ ഓർത്താൽ മതി. അതാണ് ഈ സബ്സിഡിയറി അലയൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? അതായത് നമ്മുടെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയെ നമ്മൾ അപ്പോയിന്റ് ചെയ്യണം. ബ്രിട്ടീഷ് പ്രതിനിധിയും ഒരു ബ്രിട്ടീഷ് സൈന്യം ഉണ്ടാവും. ഈ ബ്രിട്ടീഷ് സൈന്യത്തിന് ഭക്ഷണം കൊടുക്കലും ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കാര്യങ്ങൾ നോക്കലും ഒക്കെ ആരെന്നെ ചെയ്തോളാം? നമ്മൾ തന്നെ നോക്കിക്കൊള്ളാം. ഇനി നമ്മുടെ രാജ്യത്ത് ഒരു ഗവർണർ ഉണ്ടാവുമല്ലോ, ഗവർണർ ജനറൽ ഉണ്ടാവുമല്ലോ. ആ ഗവർണർ ജനറലിന്റെ എന്താ പറയാ അനുമതി ഇല്ലാതെ നമ്മുടെ മറ്റ് പ്രിൻസിലി സ്റ്റേറ്റിലെ ആ പ്രിൻസിലി സ്റ്റേറ്റുമായിട്ടൊന്നും ഒരു സഖ്യത്തിലും നമ്മൾ ഇടപെടാൻ പാടില്ല. ബ്രിട്ടീഷുകാരല്ലാണ്ട് വേറൊരു യൂറോപ്യന്മാരെയും നമ്മൾ ഇവിടെ ഒരു പ്രത്യേക ഉദ്യോഗത്തിലൊന്നും നിയമിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ സുരക്ഷ ആരേറ്റെടുക്കും? ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും. ഇങ്ങനെയുള്ള ഒരു നിയമമാണ് സൈനിക സഹായ വ്യവസ്ഥ. അതായത് നമ്മളിൽ പല ആൾക്കാരും കുറച്ച് ബുദ്ധിയില്ലാത്ത ആൾക്കാരായിരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഭരണം നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് അവര് നമുക്കൊന്നും ചെയ്തു തരില്ല ചെയ്തത്. അവരുടെ ആർമീസിനെയും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തു. അവരുടെ ആൾക്കാരെ മാത്രം നമ്മൾ നോക്കണം. വേറെ ആൾക്കാർ നമ്മുടെ ഇവിടേക്ക് വരാൻ പാടില്ല. നമ്മുടെ ആൾക്കാരുമായിട്ട് നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു വ്യവസ്ഥയാണ് സബ്സിഡിയറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ. 1798 കൊണ്ടുവന്ന റിച്ചാർഡ് വെല്ലസ്ലി ആണ്. കുറെ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചു പഠിക്കണം. ആദ്യം സൈൻ ചെയ്തത് ഹൈദരാബാദ് ആണെന്നും കൂടി നൈസാം ആണെന്നും കൂടി ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി ഈ വെല്ലസ്ലി പ്രഭുവാണ് നമ്മുടെ പഴശ്ശി രാജാവിനെയും ടിപ്പു സുൽത്താനെയും ഒക്കെ വധിച്ചതെന്നും കൂടി നമ്മൾ ഓർക്കണം. 1799 മെയ് 4 ടിപ്പു സുൽത്താനെയും 1805 പഴശ്ശി രാജാവിനെയും ഒക്കെ വധിച്ചത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. അതുകൊണ്ടായിരിക്കാം ടൈഗർ എന്നൊക്കെ വിളിക്കണത് അല്ലെ. ഇനി അടുത്തത് വളരെ നല്ല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ശിശുഹത്യ നിരോധിച്ചത് ആര്? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. അപ്പൊ ശിശുഹത്യ നല്ല കാര്യമല്ല. കുട്ടികളെ അങ്ങനെ കൊല്ലാൻ പാടില്ല. അപ്പൊ ശിശുഹത്യ പാടില്ല. അത് നിരോധിച്ച വ്യക്തിയാണ് റിച്ചാർഡ് വെല്ലസ്ലി. ഇനി അടുത്തത് മദ്രാസ് പ്രസിഡൻസി സ്ഥാപിക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ ആരാണ്? അല്ലെങ്കിൽ മദ്രാസ് പ്രസിഡൻസി നിലവിൽ വന്ന സമയത്തെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ റിച്ചാർഡ് വെല്ലസ്ലി ആണ് കേട്ടോ. ഇനി 4ാം മൈസൂർ യുദ്ധം നടക്കുന്ന സമയത്ത് ഗവർണർ ജനറലും റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ഇത്രയൊക്കെയാണ് റിച്ചാർഡ് വെല്ലസ്ലിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഒന്നും കൂടെ പറയാം. ബംഗാളിലെ ടൈഗർ ആണ്. ബംഗാൾ ടൈഗർ എന്ന അപരനാമുണ്ട്. അക്ബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന അപരനാമവും ഇദ്ദേഹത്തിനുണ്ട് അല്ലെ. ഇദ്ദേഹം കൊണ്ടുവന്ന വളരെ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് സബ്സിഡിയറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ. 1798 സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം അഥവാ പ്രിൻസിലി സ്റ്റേറ്റ് ആണ് ഹൈദരാബാദ്. അത് ഒപ്പുവെച്ചത് നൈസാം ആണ്. ഭരണാധികാരിയെ നൈസാം എന്നാണ് വിളിക്കുക. അതോർക്കുക. പഴശ്ശിയെ വധിച്ചു. ടിപ്പു സുൽത്താനെയൊക്കെ അദ്ദേഹം വധിച്ചു. ശിശുഹത്യ നിരോധിച്ചു. മദ്രാസ് പ്രസിഡൻസി നിലവിൽ വന്നപ്പോൾ ഇദ്ദേഹമായിരുന്നു ഗവർണർ ജനറൽ. അതുപോലെ തന്നെ 4ാം മൈസൂർ യുദ്ധം നടക്കുമ്പോഴും ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലി ആയിരുന്നു എന്ന് ഓർത്തു വെക്കണം. ഇനി അടുത്തത് നമ്മൾ അടുത്ത് പഠിക്കാൻ പോണ ആളുടെ പേര് ജോർജ് ബോർലോ എന്നും. എന്താ പഠിക്കാൻ പോണേ? ജോർജ് ബോർലോ. ആരാണ് ജോർജ് ബോർലോ? ജോർജ് ബോർലോനെ കുറിച്ച് നമുക്ക് എന്താ പറയണത് 1-2 കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട്. നിങ്ങൾ വെല്ലൂർ മ്യൂട്ടിനി കേട്ടിട്ടുണ്ടോ? വെല്ലൂർ കലാപം അഥവാ വെല്ലൂർ മ്യൂട്ടിനി 1806 ജൂലൈ 10 ഈ വെല്ലൂർ മ്യൂട്ടിനി നടക്കണേ. ഇന്ത്യയില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സൈനിക കലാപമാണ് വെല്ലൂർ കലാപം. ഇന്ത്യയില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സൈനിക കലാപമാണ് വെല്ലൂർ കലാപം. അത് നടന്നപ്പോ ആരായിരുന്നു ഗവർണർ ജനറൽ? ജോർജ് ബോർലോ ആയിരുന്നു. മനസ്സിലായില്ലേ? സൈനികരുടെ ഡ്രസ് കോഡൊക്കെ ഇദ്ദേഹം വന്നതിന് ശേഷം മാറ്റി. അപ്പൊ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ആ സൈനികരുടെ ഡ്രസ് കോഡ് മാറ്റിയതാണ് ഈ വെല്ലൂർ കലാപത്തിന് കാരണമായത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തത് 1806 ബാങ്ക് ഓഫ് കൽക്കട്ട എന്ന് പറയുന്ന ഒരു ബാങ്ക് നിലവിൽ വന്നു. അപ്പൊ ആ നിലവിൽ വന്നപ്പോ ജോർജ് ബോർലോ ആയിരുന്നു അന്നത്തെ ഗവർണർ ജനറൽ. പിന്നീട് അത് ഇമ്പീരിയൽ ബാങ്കിലേക്കും പിന്നെ അത് സ്റ്റേറ്റ് ബാങ്കിലേക്കും ഒക്കെ ലയിച്ച് ഇപ്പൊ അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയനം നടത്തി. ഇപ്പൊ നിലവിൽ ബാങ്ക് ഓഫ് കൽക്കട്ട അല്ല കേട്ടോ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടും. ഇനി ഇദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത, ജോർജ് ബോർലോന്റെ ലോർഡ് മിന്റോ അധികാരത്തിൽ വരണവരെ ആക്ടിംഗ് ഗവർണർ ജനറൽ ആയിട്ട് ഇരുന്ന ആളാണ് ജോർജ് ബോർലോ. അപ്പൊ ജോർജ് ബോർലോ വരുന്നത് വരെ ആക്ടിംഗ് ഗവർണർ ജനറൽ പദവിയിൽ ഇന്ത്യയിൽ ഇരുന്നിട്ടുള്ള ആളാണ് ജോർജ്. അപ്പൊ ജോർജ് ബോർലോനെ നമ്മൾ ഓർക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്
1806 നടന്നിട്ടുള്ള വെല്ലൂർ കലാപമാണ്. അപ്പൊ വെല്ലൂർ കലാപ സമയത്ത് ജോർജ് ബോർലാണെന്ന് ഓർക്കുക. വെല്ലൂർ കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സൈനിക കലാപമാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ഇദ്ദേഹം ഒരു ഇത്ര നേരവും നമ്മൾ ആക്ടിംഗ് ഗവർണറെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ ആക്ടിംഗ് ഗവർണർ ജനറൽ പദവിയിൽ ഉണ്ടായിരുന്ന ആളാണ് ജോർജ് ബോർലോ എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കണം. ക്ലിയർ ആയല്ലോ? അടുത്തത് നോക്കൂ, ലോർഡ് മിന്റോ. ആരാ ലോർഡ് മിന്റോ? ലോർഡ് മിന്റോ ഒന്നാമൻ. അതായത് അമൃത്സർ സന്ധി ഒപ്പുവെക്കുകയുണ്ടായി 1809 മഹാരാജ രഞ്ജിത് സിംഗുമായിട്ടാണ് അമൃത്സർ സന്ധി ഒപ്പുവെക്കുന്നത്. ആ അമൃത്സർ സന്ധി ഒപ്പുവെച്ചത് മഹാരാജ രഞ്ജിത് സിംഗുമായിട്ട് ഒപ്പുവെച്ചത് ഒപ്പുവെച്ച സമയത്തുള്ള ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് മിന്റോ ആണ്. അപ്പോ എന്താണ് മഹാരാജ രഞ്ജിത് സിംഗുമായിട്ട് അമൃത്സർ സന്ധി ഒപ്പുവെച്ചത് ഏത് പ്രഭുവിന്റെ കാലത്താണ്, അല്ലെങ്കിൽ അമൃത്സർ സന്ധി ഒപ്പുവെച്ച സമയത്തുള്ള ഗവർണർ ജനറൽ ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മിന്റോ ഒന്നാമൻ എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ 1813 ഒരു ചാർട്ടർ ആക്ട് ഉണ്ടായി. നമ്മൾ കേട്ടിട്ടുണ്ട്, കുറെ ചാർട്ടർ ആക്ടുകൾ ഉണ്ട്. അതിൽ 1813 ചാർട്ടർ ആക്ട് പാസ്സാക്കിയപ്പോൾ ഗവർണർ ജനറലും മിന്റോ പ്രഭു തന്നെയായിരുന്നു, മിന്റോ ഒന്നാമൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ആരെ കുറിച്ച് പഠിക്കാനുള്ളത്? ലോർഡ് മിന്റോനെ. അപ്പൊ നമ്മൾ ഇന്ന് 6 ഗവർണർ ജനറൽമാരെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ആദ്യം ഒരു ഗവർണറെ കുറിച്ച് പഠിച്ചു, ബംഗാളിലെ ഗവർണർ റോബർട്ട് ക്ലൈവ്. പിന്നെ 5 ഗവർണർ ജനറൽമാരെ കുറിച്ചും പഠിച്ചു. അങ്ങനെ 6 പേരെ പഠിച്ചു. നമുക്കൊരു 34ഓളം ഗവർണർ ജനറൽമാരെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പം അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഒരുമിച്ച് എല്ലാം കൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോവാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനലിൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.